ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിൾ കപ്പ എള്ളും കപ്പയും എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതിനായിട്ട് എള്ള് കഴുകി വൃത്തിയാക്കി ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, സബോള അരിഞ്ഞ് കുക്കറിനകത്ത് നമ്മൾ എള്ളിനെ വേവിച്ചെടുക്കാൻ പോകും കേട്ടോ. അതിനുശേഷം കപ്പ എടുത്തിട്ടുണ്ട്. നമ്മളുടെ കപ്പ കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വേവിച്ചെടുക്കണം. കപ്പയുടെ തിളവൊക്കെ ഓൾറെഡി വന്ന് കിട്ടുന്നുണ്ട്. കപ്പ വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം കപ്പയുടെ സെപ്പറേറ്റ് തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വേണേൽ മൂപ്പിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് അത് മൂത്ത് കഴിയുമ്പം ഇച്ചിരി മസാലപ്പൊടിയും ഇച്ചിരി കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ട് ഇതാണ് നമ്മുടെ എള്ളിനകത്ത് ആഡ് ചെയ്യുന്നത്. അങ്ങനെ അരച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒന്നുകൂടി ഇച്ചിരി ചൂടാക്കിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. അങ്ങനെ എല്ല് വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി ഈ എല്ലിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ആ മസാല കൂട്ടങ്ങൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ആ വെന്ത കപ്പയ്ക്കകത്തോട്ട് ഈ മസാല ഇളക്കിയതിന് ശേഷം ഈ കപ്പയ്ക്കകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് ഈ മസാല ഈ കപ്പയ്ക്കകത്തൊക്കെ നന്നായിട്ട് പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ ഇച്ചിരി പറ്റാൻ സമയം കൊടുക്കുക. ഇങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ മെത്തേഡിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.